സലോം സ്തോത്രം. എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചതാ ദൈവകൃപയാ. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചതാ ദൈവകൃപയാ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവത്തിന് സ്തോത്രം. എണ്ണിയാൽ തീരാത്ത നന്മകളോർത്ത ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവത്തിന് സ്തോത്രം. എണ്ണിയാൽ തീരാത്ത നന്മകളോർത്ത ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലയേറിയ നാമം ഈ സമയത്ത് അവിടുന്ന് മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: എണ്ണിയാൽ തീരാത്ത നന്മകളോർത്താൽ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പോൾ രാത്രിയാണ്, പകലാണ്. കഴിഞ്ഞൊരു രാത്രി മുഴുവൻ, അതല്ലെങ്കിൽ കഴിഞ്ഞൊരു പകൽക്കാലം മുഴുവൻ നമ്മളെ അതിശയകരമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ആ കർത്താവിന് എപ്പോഴും നന്ദി കരയറ്റുന്നവരായി തീരണമെന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഷിക്കാഗോ പ്രെയർ മീറ്റിംഗിൽ ഞാൻ ഇത് മൂന്നാമത്തെ തവണയാണ് ദൈവത്തിന്റെ വചനവുമായി ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ, ദൈവമക്കളൊക്കെ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവജനത്തിന്റെ മധ്യത്തിലാണ് തിരുവചനവുമായി അടിയനായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ തിരുവചനം ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ പലവിധങ്ങളാകുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത് കേരളത്തിലായിരുന്നാലും അമേരിക്കയിലായിരുന്നാലും ദൈവമക്കളായാലും ദൈവവിശ്വാസികളായാലും അവരൊക്കെയും വളരെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കടന്നു പോകുന്നവര്. അപ്പം അമേരിക്കയിലുള്ളവർക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല, അവരും വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവരാ. നമുക്കെല്ലാം ദൈവത്തിന്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നത്. ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത വാത്സല്യ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വാത്സല്യ അനീഷ് പാസ് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ ജി കോശി അച്ഛനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഈ ഗ്രൂപ്പിലുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. എന്റെ സ്നേഹത്തെയും അന്വേഷണത്തെയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ വേഗത്തിൽ തിരുവചന ചിന്തയ്ക്കായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം, അതിന്റെ 3-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 3-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവിടെ ഈ പ്രകാരം വായിക്കുന്നു: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ഞാൻ വാക്യം വായിക്കുന്നു: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും
നീ ആകുന്നു എന്ന് അമേൻ 3-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ സ്തോത്രം. തന്റെ വ്യക്തിപരമായ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി നൽകപ്പെട്ടതായ ഈ വാക്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. 3-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യമാണല്ലോ ഈ മീറ്റിംഗിൽ കർത്താവ് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നത്. ഈ സങ്കീർത്തനത്തിൽ ഈ വാക്യം കർത്താവ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന, തുടർന്ന് ആരൊക്കെ ഈ മെസ്സേജുകൾ കേൾക്കുന്നോ അവിടെയൊക്കെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണം, വിടുതലായി തീരണം, ഏകാന്തത മാറ്റണം. കർത്താവെ, പ്രശ്നങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ നീങ്ങിപ്പോകുവാൻ കൽപ്പിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. മാനുഷികമായ ഒരു വാക്ക് പോലും ഉയരുവാൻ സ്വർഗം അനുവദിക്കരുത്. കർത്താവിന്റെ കരത്തിലേക്ക് മഹത്വമില്ല കർത്താവിന് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം ചെയ്യണം. ഒരിക്കൽ കൂടെ വാക്യം വായിക്കുന്നു. യഹോവേ, ഈ സങ്കീർത്തനത്തിന്റെ നാം അനേക ആവർത്തി ഈ സങ്കീർത്തനം വായിക്കുകയും ഇതിൽ നിന്ന് ദൈവികമായ അനേക ദൂതുകൾ നാം ഏറ്റെടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഇവിടെ ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ ശീർഷകത്തിൽ വായിപ്പാനായിട്ട് ഇടയായി തീരുന്നു. ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലങ്ങളൊക്കെ 2 ശമൂവേൽ അതിന്റെ 15-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ 2 ശമൂവേൽ 15-ാം അധ്യായം 13 മുതലുള്ളതായ വാക്യങ്ങളിൽ ഇതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. സമയത്തിന്റെ ക്ലിപ്തത മൂലം ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒഴികെ ദൈവം തന്റെ ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ്. ആരുടെ മുമ്പിൽ നിന്നാ ഓടിപ്പോകുന്നത്? ബന്ധുക്കാരുടെയോ ചാർച്ചക്കാരുടെയോ അതല്ലെന്നുണ്ടെങ്കിൽ ദേശനിവാസികളുടെയോ മധ്യത്തിൽ നിന്നല്ല ഒരു പിതാവ് ഓടിപ്പോകുന്നത്. വളരെ ശ്രദ്ധയോട് കേൾക്കണം. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ദൈവത്തിന്റെ സ്തോത്രം. നോക്കിക്കേ, ഇന്നത്തെ ഈ പ്രസന്റ് ടൈമിൽ, പ്രസന്റ് കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന വിഷയങ്ങൾ നാം ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ നോക്കിക്കേ, മക്കളുടെ മുമ്പിൽ നിന്ന് അപ്പനമ്മമാർ ഓടി രക്ഷപ്പെടേണ്ട ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ കാലഘട്ടം എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുകയായിത്തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ പറയുന്നത് ദാവീദിന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ രചിച്ചതായ ഒരു സങ്കീർത്തനമാണ്. ഒരു പിതാവിന്റെ ഉള്ളിൽ എത്രത്തോളം വേദനകൾ ഉണ്ടായിരിക്കാം. ഒരു പിതാവിന്റെ ഉള്ളിൽ എത്രത്തോളം ഒരു പ്രതീക്ഷയോടെ തന്റെ മക്കളെ വളർത്തുന്നത്. പക്ഷെ അവരിൽ നിന്നുണ്ടാകുന്നതായ ഇങ്ങനെയുള്ളതായ പ്രവൃത്തികൾ എത്രത്തോളം ഒരു പിതാവിനെയും മാതാവിനെയും ഭാരപ്പെടുത്തുന്നു, വേദനപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. പക്ഷേ അവിടെയും ദാവീദ് അവൻ ഉറപ്പോടെ ധൈര്യത്തോട് പറയുക, നീയോ യഹോവേ. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തന് ഒരിക്കലും ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിന്റെ സ്നേഹം, അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, സഹോദരങ്ങളുടെ സ്നേഹം, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് പട്ടണതരം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനപ്പുറത്തെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ളത് ദാവീദിന് വ്യക്തമായി മനസ്സിലാവുകയായിരുന്നു. നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, അമേൻ. ശൗല് 1000 അല്ലേ, ദാവീദോ 10,000 കൊല്ലുവാനിടയായി. ഒരു നിമിഷം ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അമേൻ. ശൗൽ 1000 കൊന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊല്ലുവാനിടയായി. ഈ 10,000 കൊല്ലുവാൻ മാനുഷികമായും എല്ലാ തലങ്ങളിലും ശക്തിയുള്ളതായ ദാവീദ് ഒരു മകന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ട ഒരവസ്ഥ. ദൈവത്തിന് അതിലൂടെ സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, ഹല്ലേലൂയ. ശത്രു പാളയത്തിൽ നിന്നുകൊണ്ട് ദിവസങ്ങളായി ഇസ്രായേൽ ജനത്തിനെതിരെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന മല്ലനായ ഗോലിയാത്തിന് നേരെ
ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ പാളയത്തിൽ നിന്നുകൊണ്ട് ദിവസങ്ങളായി ആമേൻ ഹല്ലേലൂയ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന മല്ലനായ ഗോലിയാത്തിന് നേരെ ഒരു കല്ല് മാത്രം മതിയായിരുന്നു ദാവീദിന് അവൻ തകർത്ത് കളയുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അങ്ങനെയുള്ളതായ ദാവീദ് ഒരു മകന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാവരും ഒരു പക്ഷേ നമ്മളെ സ്നേഹിച്ചെന്ന് വരത്തില്ല. നമ്മുടെ പെറ്റു വളർത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ സ്നേഹിച്ചിട്ടുള്ളവര്, നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ, നമ്മുടെ ഭർത്താവായിക്കോട്ടെ, നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാവരും ഒരു പക്ഷേ നമ്മളെ സ്നേഹിച്ചെന്ന് വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും നമ്മളെ കരുതിയെന്ന് വരത്തില്ല. നമ്മളൊക്കെ വിചാരിക്കും നമുക്കൊക്കെ ഒരു പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ കരുതുമെന്നുള്ളത്. അത് വെറും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ അപ്പന്മാരെ ഒക്കെ ഇപ്പോഴും നമ്മൾ കരുതുന്നുണ്ട്, സംരക്ഷിക്കുന്നൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവ സ്നേഹമുള്ളത് കൊണ്ടാണ്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് കരുതുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടങ്ങളൊക്കെ മാറിപ്പോയി, നമ്മുടെ പ്രതീക്ഷകളെല്ലാം മാറിപ്പോകും. എല്ലാവരും നമ്മളെ കരുതിയെന്ന് വരത്തില്ല. നാം പ്രതീക്ഷിക്കുന്ന ഇടത്തു നിന്ന് നമുക്കൊരു ആശ്വാസം നൽകുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തി പോലും ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മനസ്സിലാകും ദാവീദ് ആശ്രയിച്ചത് മകനിലല്ല, സർവശക്തനായ ദൈവത്തിലാണ് ആശ്രയിച്ചത്. അവിടെ പറയുക, എത്രത്തോളം ആ പിതാവിന്റെ ഉള്ളിൽ വേദന അനുഭവിച്ചിട്ടാ പറയുന്നത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ തല ഉയർത്തുന്നവന് നീയാണ്, എന്റെ മഹത്വം നീയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കുന്ന, യഥാർത്ഥമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന, യഥാർത്ഥമായ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഹല്ലേലൂയ ഇങ്ങനെയുള്ള വാക്കുകൾ ഉരുവിടാനായിട്ട് പറ്റത്തുള്ളൂ. തകർന്നു പോകരുത്, തളർന്നു പോകരുത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഒരു ജാതിയനല്ല, ഒരപ്പനെ വെട്ടി കൊലപ്പെടുത്തിയത് സ്തോത്ര ദേശക്കാരല്ല, അല്ലെങ്കിൽ പെറ്റു വളർത്തിയ ഒരു മകൻ, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു മകൻ അപ്പനെ കണ്ടമായി എണ്ണമില്ലാതെ വെട്ടിനുറുക്കി കളയുവാൻ ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു മനസ്സ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഒരു പൈശാചിക ശക്തി വ്യക്തമായിട്ടും വ്യാപരിക്കുകയാ ദൈവമക്കളെ. സ്തോത്രം. അതുകൊണ്ട് ഓർക്കുക, നമുക്ക് ആശ്രയിപ്പാൻ ഒരു പാറയുണ്ടെങ്കിൽ, ആശ്രയിപ്പാൻ ഒരു ഇടമുണ്ടെങ്കിൽ സർവശക്തനായ യഹോവയിൽ മാത്രമാണ് എന്നവിടെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തുകയാ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. ദൈവത്തിന് സ്തോത്രം. നീ എനിക്ക് ചുറ്റും. ആമേൻ 91 സങ്കീർത്തനം വായിക്കുന്നുണ്ടല്ലേ, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതെ ഇരിക്കേണ്ടതിന് അവർ നിന്റെ കരങ്ങളിൽ വഹിച്ചതുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ പ്രധാനമന്ത്രിക്കോ ഒരു അമേരിക്കൻ പ്രസിഡന്റിനോ ലഭിക്കാത്തതായ ഒരു കാറ്റഗറിക്കും ടോപ്പ് മേലെ ഒരു ദൈവ പൈതലിന് ദൈവം ഹല്ലേലൂയ സ്തോത്രം അവിടുന്ന് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. നീ യഹോവേ എനിക്ക് ചുറ്റും പരിചയമാകുന്നു. നിന്റെ നേരെ ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, നിന്റെ നേരെ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിനെ തകർത്ത് കളയുവാൻ കഴിവുള്ള ദൂതന്മാരെ, അത് മാത്രമല്ല ദൈവം കൂടെ ഇറങ്ങി വന്ന് നമുക്ക് ഒടുവിപ്പെട്ട ചില വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ വ്യക്തമായി പറയുക, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായി ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായും ചിലതൊക്കെ വിട്ടുപോകേണ്ടതായിട്ടും വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ആ മകന്റെ മുമ്പിൽ നിന്ന് ദാവീദ് ഓടിപ്പോകേണ്ട യാത്ര. കാര്യം, ദാവീദിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി അങ്ങനെയല്ല. ആ മകനുമായിട്ടൊരു വിഷയമുണ്ടായി. അവിടെ തകർന്നു പോകുന്ന ഒരു നിലവാരത്തിലേക്കല്ല ദാവീദിനെ ദൈവം കണ്ടത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഓടിപ്പോകുവാനായിട്ട് ഇടയായി തന്നത്. നമുക്ക് വേഗത്തിൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ അതിന്റെ ദൈവത്തിന് സ്തോത്രം 1 മുതൽ ഉള്ളതായ ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവരുള്ളതൊക്കെയും ലോത്തും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറയുന്നത് അബ്രഹാം
വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, ദൈവത്തിന് സ്തോത്രം, ആ ദൈവശബ്ദം കേൾക്കുന്നത് 12-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവശബ്ദം കേൾക്കുവാൻ ഇടയാക്കുന്നത്. ആമേൻ. ഇവിടെ കാണുന്നു 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് അബ്രഹാമിനോട് ദൈവം വ്യക്തമായി ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു വലിയ പാരമ്പര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, ഒരു പൈശാചിക ബന്ധനത്തിന് നടുവിൽ നിന്ന ഒരു വ്യക്തിയെ ദൈവം വിളിച്ച് വേർതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പറയുന്നു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുപുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ആ ദേശത്തേക്ക് പോകാമെന്നുള്ളത് വ്യക്തമായിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ ഈ 13-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് എന്താ? സ്തോത്രം. ലോത്തിനോടൊപ്പം യാത്ര ചെയ്യുന്ന അബ്രഹാമിനെയാണ് അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോത്തിനോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവഹിതമല്ലാത്ത വ്യക്തികളുമായിട്ടുള്ള യാത്രകൾ ദൈവത്തിന് അതിലൂടെ സ്തോത്രം ചെയ്യാം. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അപകടത്തിലേക്ക് എത്തുവാനിടയായിത്തീരും. നമ്മുടെ ആത്മീയ ജീവിതത്തിന് തന്നെ ഒരു മങ്ങലേൽക്കുവാനായിട്ടിടയായിത്തീരും. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചത്. പക്ഷേ അബ്രഹാം എന്ത് പറഞ്ഞത്? സഹോദരപുത്രനായ ലോത്തിനെയും അവനോടുകൂടെ ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവാനായിട്ടിടയായിത്തീരുന്നു. ആ യാത്ര ഒരിക്കലും ഒരു ശുഭകരമായ ഒരു യാത്രയല്ല. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് പറയാം, ദൈവം എന്നോടാ സംസാരിച്ചതാ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ദൈവം സംസാരിക്കാത്ത വ്യക്തികളെ കൂടെ കൂട്ടി ആരൊക്കെ യാത്ര ചെയ്താലും, അത് സഭയുടെ നിലവാരങ്ങളായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും നമ്മൾ ഒഴിവാക്കേണ്ടതായ ചില വ്യക്തികളായിക്കോട്ടെ, ചില പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ചില ബന്ധങ്ങളായിക്കോട്ടെ, ദൈവം അതിൽ തുടർന്നു പോകാനായിട്ടല്ല നമ്മളെ കുറിച്ച്, എന്നെയും നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞില്ലേ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദാവീദ് സ്തോത്രം അബ്ശാലോമിന് മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ നോക്കിക്കേ, സ്തോത്രം, അബ്രഹാമിനോട് ദൈവമാണ് സംസാരിച്ചത്. പക്ഷെ ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തിയെ കൂടെ കൂട്ടിക്കൊണ്ട് വാഗ്ദത്ത കനാലിലേക്കുള്ള യാത്രകൾ വളരെ ക്ലേശകരമായിരുന്നു. സ്തോത്രം. അത് താഴോട്ടുള്ള ഓരോ വാക്യങ്ങളും വായിച്ചാൽ ഒരു സ്വസ്ഥതയില്ലാത്ത, ഒരു സമാധാനമില്ലാത്ത ഒരു യാത്രയാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നവിടെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം ചെയ്യാം. അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നു. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. ഈ യാത്ര ശുഭകരമാകത്തില്ല. ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കണം. 2025 ദൈവാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് ഒരുപക്ഷെ ഇടപെടുന്ന ഒരു വാക്യമായിരിക്കാം. നമ്മൾ കൂടെ വന്നോട്ടെ, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന പല വിഷയങ്ങളും നമുക്കൊരു ബാധ്യതയായി മാറും. നിത്യതയ്ക്ക് എത്തുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവമായിട്ടുള്ള ഒരു സമ്പർക്കത്തിലേക്ക് എത്തുവാൻ ചില വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ, ചില പ്രസ്ഥാനങ്ങളുമായിട്ടുള്ളതായ ബന്ധങ്ങളായിക്കോട്ടെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് 2025 മുൻപോട്ട് പോയാൽ ആ യാത്ര ശുഭകരമായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ദൈവത്താൽ പോലും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിഷയങ്ങളായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെ വായിക്കുന്നത് അബ്രഹാമിന്റെ കന്നുകാലികളും ലോത്തിന്റെ കന്നുകാലികളും കൂടെ തമ്മിൽ പിണക്കമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. വിഷയങ്ങൾ അവിടെ തുടങ്ങുകയാ. പ്രശ്നം ഒരുമിച്ച് ഇറങ്ങിയെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ ആ യാത്ര ഒരിക്കലും ശുഭകരമാകത്തില്ല. അതിന്റെ 9-ാമത്തെ വാക്യം വരുമ്പോഴത്തേക്ക് വായിക്കുന്നുണ്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. നോക്കിക്കേ, പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോടും എന്തുകൊണ്ടിരിക്കുക? ദർശനത്തിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മിക പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയാത്ത അനുഭവം ഉണ്ടാകും. സ്തോത്രം. സ്വസ്ഥത നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ഇവിടെ വായിക്കുന്നത് ലാസ്റ്റ് പറയുന്നതാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴോട് സംഭവിച്ച ഒരു കാര്യമുണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യമായിരിക്കുന്നു. അപ്പോൾ ലോത്ത് നോക്കി, ജോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ ഈ നീരോട്ടമുള്ളത് എന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ
ദൈവം സംസാരിച്ചത് അബ്രഹാമിനോടാണ്. പക്ഷെ ഇവിടെ ലോത്ത് അവൻ തന്നെത്താനെ എന്ത് ചെയ്യാ, അവൻ ഓരോന്നും തന്റെ അനുഗ്രഹത്തിന് വേണ്ടി തന്നെത്താൻ തെരഞ്ഞെടുക്കുന്ന ദൈവഹിതമില്ലാത്ത വ്യക്തികൾ അങ്ങനെയാ. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഓരോ വിഷയങ്ങളിലേക്ക് എടുത്തു ചാടും. ലാസ്റ്റിൽ എന്ത് ചെയ്യുന്നത്, ആ വിഷയത്തിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അവൻ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തും. അവിടെ വായിക്കുന്ന, അപ്പോൾ ലോത്ത് നോക്കി ജോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കാണുവാനിടയായിത്തീരുന്നു. അമ്മേ സ്തോത്രം. ഈ സ്ഥലത്തെ കുറിച്ച് പഠിതാക്കൾ വ്യക്തമായി പഠന നിലവാരങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഈ പ്രദേശം എന്ന് പറയുന്നത് നീരോട്ടമുള്ള പ്രദേശങ്ങൾ ലോത്ത് തെരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ തന്നെ അത് കെരീത്ത് തോട്ടിന് അരികെയുള്ള പ്രദേശങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെയൊക്കെ വ്യക്തമാകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ കാണുന്ന ഒരു കാര്യം, പക്ഷെ ഈ ലോത്ത് നോക്കി തെരഞ്ഞെടുത്ത സ്ഥലത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ലോകത്തിന് വലിയ വിഷയങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ വായിക്കുന്ന സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാവികളുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇതാ ദൈവഹിതമല്ലാത്ത വ്യക്തികൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ. ആമേൻ, ഹല്ലേലൂയ. അവരുടെ പദ്ധതികളൊക്കെ അവർക്ക് എന്നും അവരുടെ ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിക്കത്തുള്ളൂ. അവിടെ വായ്പാനിടയായിത്തീർന്ന സോദോം നിവാസികൾ ദുഷ്ടന്മാരും നീരൊഴുക്കുള്ള പ്രദേശമാണെന്ന് പറഞ്ഞ് സ്വന്തമായി തെരഞ്ഞെടുത്ത സ്ഥലമാണ്. അവരാരാ പറഞ്ഞത്, ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ പാപികളുമായിരുന്നു എന്ന് കാണുവാനിടയായിത്തീരും. പിന്നെ എങ്ങനെയാ അവൻ ആ ദേശത്ത് ലോകത്തിന് സ്വസ്ഥമായി പാർക്കുവാനായിട്ട് കഴിയുന്നത്? ദൈവ സാന്നിധ്യമില്ലാതെ, ദൈവശബ്ദം കേൾക്കാതെ ഒരു വിഷയത്തിന്റെ മധ്യത്തിലും എന്ത് ചെയ്യരുത്, നാം എടുത്ത് ചാടി പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീരരുത്. തീരുമാനങ്ങൾ എടുക്കരുത്. ദൈവത്തോട് ആലോചന ചോദിച്ചതിന് ശേഷം വേണം. ഹല്ലേലൂയ. ഒരു ദൈവഭക്തൻ അങ്ങനെയാ. അല്ലാത്ത ഒരു വ്യക്തിയായ ലോത്ത് തെരഞ്ഞെടുത്ത സ്ഥലത്തെ കുറിച്ചാണ് ഇവിടെ പറയുവാനായിട്ട് ഇടയാക്കുന്നത്. എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഒരു കാര്യം നിങ്ങൾ വ്യക്തമാകണം. 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വ്യക്തമായി വായിക്കുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തു. ഈ യാത്രയിൽ ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി വിഷയങ്ങൾ, ഇത് നിസ്സാര വിഷയങ്ങൾ, അനേക വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് അബ്രഹാം ദൈവത്തിന് യാഗപീഠം കഴിക്കുന്നുണ്ട്, യാഗം കഴിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതമില്ലാത്ത വഴിയിൽ കൂടെ സഞ്ചരിച്ചാൽ, ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകൾ നമ്മള് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് കരുതിക്കൊണ്ട് പോയാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മള് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ വ്യക്തമായി പറയുന്നത്, ഈ 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, യാഗപീഠവും ഉണ്ട്, എല്ലാം ഉണ്ട്, യാഗങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നില്ല? അബ്രഹാമിനോട് പറഞ്ഞെന്താ, നീ നിന്റെ ദൈവത്തിന്റെ സ്തോത്രം ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടു പുറപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരപുത്രനായ ലോത്തിനെ കൂടെ കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്തതുകൊണ്ട് യാഗങ്ങളും കഴിക്കുന്നുണ്ട്, കൂടാരമെല്ലാം പണിയുന്നുണ്ട്, യാഗപീഠം പണിയുന്നുണ്ട്, എല്ലാം ശരി തന്നെയാ. പക്ഷെ ദൈവം സംസാരിക്കുന്നില്ല. എന്താ? ദൈവത്തിന് ഹിതമല്ലാത്തത് കൂടെ കൊണ്ട് യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ. അതൊരു പക്ഷെ എന്റെ ജീവിതത്തിൽ ആയിരിക്കാം, എന്റെ ആത്മീക ജീവിതത്തിലായിരിക്കും, വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, എന്നെ ശ്രമിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലായിക്കോട്ടെ, ദൈവഹിതമല്ലാത്തതൊന്നും എന്ത് ചെയ്യരുത്, നാം നമ്മുടെ കൂടെ കൂട്ടുവാനായിട്ട് ഇടയായിത്തീരരുത്. ദൈവശബ്ദം കേൾക്കത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര സഭായോഗം കൂടിയാലും, എത്ര കൺവെൻഷനിൽ കൂടിയാലും, എത്ര വിടുതൽ ശുശ്രൂഷകൾ നമ്മൾ ചെയ്താലും, അവിടെ ഇതെല്ലാം മാനുഷികമായ കാര്യങ്ങളാണ്. പക്ഷെ ദൈവം ഇടപെടത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഏത് സെക്കൻഡിൽ ദൈവഹിതമല്ലാത്ത ലോത്തിനെ മാറ്റിക്കളഞ്ഞു. ആ സെക്കൻഡിലാണ് സർവശക്തനായ യഹോവ അബ്രഹാമിനോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ വായിക്കുന്നു, സ്തോത്രം, അവിടെ വായിക്കുന്നു, 14-ാമത്തെ വാക്യം വായിക്കുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്താണ്? നീ തലപൊക്കി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തെക്കോട്ടും വടക്കോട്ടും
കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക എന്ന് വ്യക്തമായി പറയുന്ന ദൈവത്തിന്റെ സ്തോത്രം. ദൈവം അബ്രഹാമിന് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് ആ ദൈവം വ്യക്തമായിട്ട് പറയുന്നത് എന്താ? നീ ഒന്ന് തലപൊക്കി നോക്കുക. ദൈവം പറഞ്ഞിട്ട് തലപൊക്കി നോക്കുകയാ അബ്രഹാം ചെയ്യുന്നത്. ലോത്ത് അങ്ങനെയല്ല ചെയ്തത്. ലോത്ത് തന്നെത്താനെ നോക്കി തെരഞ്ഞെടുത്ത സ്ഥലം, അവന് സ്വസ്ഥത നഷ്ടപ്പെട്ടു, അവിടെ ജീവിക്കുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് വന്നു. പക്ഷേ അബ്രഹാമിനോട് ദൈവം ഇടപെട്ടതിന് ശേഷം അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ എന്താ പറഞ്ഞത്? തല പൊക്കിയിട്ട് നീ ഇരിക്കുന്ന ദേശത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. കാര്യം, ഒരു വലിയ വാഗ്ദത്തം ദൈവം 12-ാം അധ്യായത്തിൽ ഒരു വലിയ ദൈവിക വാഗ്ദത്തം കൊടുത്തിട്ട അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും വെറുതെ ഈ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയതല്ല. ആമേൻ, സ്തോത്രം. അത് വില കൊടുത്തിറങ്ങിയതാ. നമ്മുടെ ബന്ധുക്കള്, ചാർച്ചക്കാര്, ഇന്നും എന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത എന്റെ സഹോദരങ്ങളുണ്ട്. ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് നിന്ദിക്കുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, അവരുടെ വീട്ടിലെ ചടങ്ങുകളിൽ നമ്മളെ കൂട്ടാത്ത പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കും ഒരു ഉറപ്പുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും എന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്, എന്റെ മേലൊരു വിളിയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ സ്തോത്രം, ഈ തനിച്ചു പാർക്കുന്ന ജനത്തിന്റെ കൂടെ എന്നെയും എണ്ണത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ അനേക സ്തോത്രം വാഗ്ദത്തങ്ങൾ ദൈവം 12-ാം അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. എന്തുകൊണ്ടാ ഇതിന് താമസം വന്നു ചോദിച്ചതാ. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ എന്തുകൊണ്ട് താമസം വന്നു? ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. എന്നെയും നിങ്ങളെയും, ഈ വചനം പിന്നീട് കേൾക്കുന്നവരെ ആയിക്കോട്ടെ, ദൈവത്തിന് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ നമ്മൾ എത്തേണ്ട ഒരു നിലവാരത്തിലേക്ക് എത്തിയില്ലെന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കണമെന്നും കർത്താവിന് നമ്മളെ സ്തോത്രം ഒരു വലിയ ദൈവപ്രവർത്തിക്കായി ഒരുക്കിയെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവഹിതമില്ലാത്തത് കൂടെ നിൽക്കുകയാണ്. ലോത്ത് കൂടെ നിൽക്കുന്നിടത്തോളം അബ്രഹാമിന്റെ മേലുള്ള ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഏത് സെക്കൻഡിൽ ലോത്ത് മാറിപ്പോയോ, ആ സെക്കൻഡില് ദൈവം അബ്രഹാമിനെ ഹല്ലേലൂയ അവനോടുള്ള വാഗ്ദത്തങ്ങൾ ഓരോന്നായി നിവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്ക് അവിടെ വ്യക്തമായി മനസ്സിലാകും. ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഒരു വിശാലത ഉണ്ടാകുവാൻ, നമ്മുടെ കുടുംബജീവിതത്തിന്റെ സ്തോത്രം അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ, ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറ്റുപോകണമെന്നുള്ളത് ദൈവപ്രവൃത്തിയാണെങ്കിൽ അത് സംഭവിക്കുക ചെയ്യണം. അല്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തി വിട്ടുമാറത്തില്ല. പക്ഷെ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ തന്നെ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 15-ന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടെന്നായി. അതിനുശേഷം അബ്രഹാമിന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായെന്നാൽ ഒരു കാര്യം ദൈവം വ്യക്തമായിട്ട് പറയുന്നു, അബ്രഹാമെ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞതറിയാം? ഈ ലോത്ത് തന്നെ വിട്ടുപിരിഞ്ഞത്, ഈ യാത്രയിൽ ലോത്ത് കൂടെ വന്നപ്പോൾ താൻ മൗനമായിരുന്നെങ്കിലും തന്റെ ആ വേർപാട് പലപ്പോഴും അബ്രഹാം വിചാരിച്ചിരിക്കുക, എന്റെ സഹോദരപുത്രനാ, പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുപക്ഷെ അവന്റെ സാന്നിധ്യം എനിക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന് കരുതിയതാ അബ്രഹാം. പക്ഷേ ആ സാന്നിധ്യം ആ ലോത്ത് അവനിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ ഒരു ഭയത്തിന്റെ, ദൈവത്തിന് സ്തോത്രം, ഇനിയും ഞാൻ എങ്ങനെയാ മുൻപോട്ട് പോകുന്നത്, തനിയെ എത്രത്തോളം മുൻപോട്ട് പോകാൻ കഴിയും എന്നുള്ളതായ ഒരു ഭാരം അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. ഒരു ദുഃഖം ഒരു പരിധി വരെ അവന്റെ ജീവിതത്തിലുണ്ടായി. അത് വ്യക്തമായി മനസ്സിലാക്കിയ ആ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാമെ ഭയപ്പെടണ്ട. പ്രൈസലോ. ദൈവമക്കളെ, സമയം വളരെ മുൻപോട്ട് പോവുകയാണ്. എന്നോട് നിങ്ങളോടും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഭയപ്പെടേണ്ട. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഭാരപ്പെടുന്ന നിസ്സാരമായ ചെറിയൊരു വിഷയം പോലും
ഹല്ലേലൂയ. വ്യക്തമായി മനസ്സിലാക്കുവാൻ അറിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം പ്രവർത്തിക്കും. ആരെല്ലാം നമ്മളെ കരുതുന്നില്ലെങ്കിലും, ആരൊക്കെ നമ്മളെ വിട്ടുമാറിപ്പോയാലും അത് ദൈവഹിതമാണെന്ന് മാത്രം മനസ്സിലാക്കുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോത്ത് വിട്ടുപോയ ദുഃഖം ഒരു പരിധി വരെ ആമേൻ ഹല്ലേലൂയ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു സ്തോത്രം എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാം എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ നമ്മൾ മാറ്റിക്കളയുവാൻ ഇടയായിത്തീരണം. ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവിടെ പറയുന്നു, അവൻ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് പിറുപിറുക്കുന്ന അബ്രഹാമിനെ കാണുവാൻ ഇടയായിത്തീരുകയാ. അവൻ ഈ ഒരൊറ്റ പ്രയാസമുണ്ട്. കൂടാരത്തിൽ നിന്ന് പിറുപിറുക്കുക, വാഗ്ദത്തങ്ങൾ കിടക്കുക, നിവൃത്തീകരിക്കപ്പെടുന്നില്ല. അപ്പോഴാ കർത്താവ് പറഞ്ഞേ, നീ സ്വയമായിട്ട് സൃഷ്ടിച്ചതായ ഈ കൂടാരത്തിനകത്തിരുന്നുകൊണ്ട് നീ എന്തിനാ പിറുപിറുക്കുന്നത്? പുറത്തേക്ക് ഇറങ്ങി വാ. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, പരിചയാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടും ഈ അബ്രഹാമിനെ അങ്ങോട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാ ദൈവം പറഞ്ഞത്, ഈ കൂടാരത്തിൽ നിന്ന് പിറുപിറുക്കണ്ട, നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. അവൻ 2024 അമേൻ പൂർത്തീകരിക്കപ്പെടാത്ത അമേൻ ഹല്ലേലൂയ ദൈവത്തിന് ചില വാഗ്ദത്തങ്ങൾ 2025 എനിക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്വയമായ ഒരു കൂടാരം സൃഷ്ടിച്ച് അതിനകത്തിരുന്നു കൊണ്ട് ദൈവത്തോട് പിറുപിറുക്കരുത്. കർത്താവ് എന്തുകൊണ്ടാ 2025 ഇതുവരെയും ഒരു വിടുതൽ നടക്കുന്നില്ലല്ലോ, ഇതുവരെയും എനിക്ക് രോഗസൗഖ്യമില്ലല്ലോ, ഇതുവരെ എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നില്ലല്ലോ, ഇതുവരെയും എന്റെ തലമുറകൾക്ക് അവരുടെ പഠന നിലവാരങ്ങൾ, ജോലിയുമായിക്കോട്ടെ, വിവാഹ സംബന്ധമായ വിഷയങ്ങളായിക്കോട്ടെ, എന്തുകൊണ്ടാ കർത്താവെ ഒരു വിടുതലില്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്നത് എന്ന് ഞാനും നിങ്ങളും ഒരു സെക്കൻഡ് ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. നമ്മൾ സ്വയം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു കൂടാരം, അതിനകത്തിരുന്നു കൊണ്ട് പിറുപിറുക്കുക. ഈ എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇനി ഈ കൂടാരത്തിൽ നിന്നുകൊണ്ട് നീ പിറുപിറുക്കണ്ട, പുറത്തിറങ്ങി വാ. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങൾ പുറത്ത് കിടക്കുകയാണ്. ഈ കൂടാരത്തിനകത്തിരുന്നു കൊണ്ട് പിറുപിറുക്കരുത്. 2025 അനേക അവസരങ്ങൾ കർത്താവ് തരാൻ പോവുകയാണ്. അകത്തിരുന്നു കൊണ്ട് പിറുപിറുക്കാനല്ല, കർത്താവിന് വേണ്ടി. നോക്കിയ രാജസ്ഥാനിലും UP-യിലും അനേക ഇടങ്ങളിൽ അനേക ദൈവദാസന്മാർ പീഡ അനുഭവിക്കുക, കഷ്ടം അനുഭവിക്കുക. നമുക്ക് ഇതൊന്നുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളെ ആരും കയറി പിടിക്കാൻ വരുന്നില്ല. സമയം വളരെ മുൻപോട്ട് പോകുന്നതുകൊണ്ട് വേഗത്തിൽ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന് ഹിതമല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കളയുക. ദൈവം ഇടപെടുവാനായിട്ട് ഇടയായി തീരത്തില്ല. എനിക്ക് ലഭിച്ച സമയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നമുക്ക് വ്യക്തമായി ഒരു വാക്കൂടെ വായിച്ച് ഞാൻ ഈ എന്റെ ദൗത്യത്തിൽ നിരൂപനായിരിക്കുന്നു. 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം പ്രകാരം വായിക്കുന്നു. 16-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഹാഗർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായി. 86 വയസ്സ് അബ്രഹാമിന്. എന്നാൽ 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ഹല്ലേലൂയ 86 വയസ്സിന് ശേഷം നീണ്ട 13 വർഷക്കാലം ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. 86 വയസ്സിന് ശേഷം 13 വർഷക്കാലം ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നില്ല. അടുത്ത 17-ാം അധ്യായത്തിൽ വായിക്കുന്നത് അബ്രഹാമിന് 99 വയസ്സ്. യഹോവ അബ്രഹാമിനോട് സംസാരിക്കുക. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. 16-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവിക പദ്ധതിയെ, ദൈവം വാഗ്ദത്ത സന്തതിയെ കൊടുക്കുമെന്നുള്ളത്, ആ പദ്ധതിയെ ഖണ്ഡിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെക്കാതെ ലോകത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന്റെ പദ്ധതികളെ തകർത്ത് കളഞ്ഞിട്ട് സ്വന്തം ആലോചന പ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്തതായ, പ്രവർത്തിച്ചതായ അബ്രഹാമിനെ 13 വർഷക്കാലം ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നീക്കിക്കളയുക. നമ്മുടെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമല്ലാത്തത്, ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകാൻ തടസ്സമായിട്ടുള്ളത്, കുടുംബ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ തടസ്സമായിട്ടുള്ളത്, ദൈവസഭയ്ക്കകത്ത് ഇടർച്ചയാ നിൽക്കുന്നതിനെ
ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുവാൻ, അങ്ങനെ സമസ്ത നിലവാരത്തിലും നാം നമ്മളെ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അനുഗ്രഹത്തിന് തടസ്സം എവിടെയാ? ദൈവം സംസാരിക്കാൻ തടസ്സം എവിടെയാ? ദൈവിക ഇടപെടലുകൾക്ക് തടസ്സം എവിടെയാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോയാൽ ആ നിത്യതയിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയും. എന്നിൽ ഒത്തിരി കുറവശങ്ങളുണ്ട്, ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നിങ്ങളിലും അപ്രകാരം നമ്മൾ ആരും പൂർണ്ണരല്ല, 100% നമ്മൾ ആരും ഓക്കെ അല്ല. എന്നാൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മുടെ തെറ്റുകളെ കുറ്റങ്ങളും ഏറ്റുപറയുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ വിശ്വസ്തനെ നിന്നെ നമ്മളെ ഈ വേലയ്ക്ക് വേണ്ടി വിളിച്ച ഒരു കർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് അന്ത്യ സമയം വരെയും നമുക്ക് വിശ്വസ്തയോടെ നിൽക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് സമയം തന്ന ദൈവദാസനോടും ഷിക്കാഗോ പ്രയർ മിനിസ്റ്ററോടുമുള്ള നന്ദിയെ ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവ ചിന്തയിൽ നിന്ന് വിരമിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വളരെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് കേട്ടത് ആ 3-ാമത്തെ സങ്കീർത്തനം. ദാവീദ് പറയുകയാണ്, യഹോവേ നീയാണ് എൻ്റെ പരിച. ആ സാഹചര്യം എന്താണ്? മഹാരാജാവാണ്. ഏതെല്ലാം സാഹചര്യങ്ങൾക്കൂടെ ജീവിതത്തിൽ അനേക വർഷങ്ങള് തന്റെ ജീവനെ ഭയന്ന് ഓടിയതാണ്. ശൗലിൽ നിന്ന് ഏത് നിമിഷവും ഞാൻ മരിച്ചു പോകും, അവനെന്നെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ദാവീദ് പറയാണ്, ഇനി ഞാൻ ഈ ശൗലിന്റെ കൈ കൊണ്ട് ഞാൻ മരിക്കുകയേ ഉള്ളൂ, എനിക്കിനി ഒരു ഗതിയില്ല. ഞാൻ ഗോലിയാത്തിനെയൊക്കെ കൊന്ന് വലിയ വിജയമൊക്കെ ആഘോഷിച്ച രാജാവാകുമെന്നൊക്കെയുള്ള അഭിഷേകവും രാജാവാകാനുള്ള വാഗ്ദത്വവും ദൈവിക വാഗ്ദത്വവും ഒക്കെ എൻ്റെ മേലുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത്, എൻ്റെ അനുഭവം കണ്ടിട്ട് ഞാനൊരു ദിവസം ഇവന്റെ കൈ കൊണ്ട് തീർന്നു പോകത്തേ ഉള്ളൂ, എനിക്ക് മുന്നോട്ടൊരു പോക്കില്ല എന്നാണ് ദാവീദിന്റെ വായിൽ അത് വന്നു. എന്നാൽ ആ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അത് ക്രിസ്തുവിൽ ഉവ്വ എന്നാണ്. ഓൾവേസ് ഗോഡ്സ് പ്രോമിസസ് ആർ യെസ്. അതിൻ്റെ അകത്ത് നമുക്ക് തടസ്സങ്ങൾ തോന്നിയാലും, ഈ ലോകത്തിൽ സാത്താൻ എന്തെല്ലാം തടസ്സം നമ്മുടെ മുന്നിൽ കൊണ്ടിട്ടാലും, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഉവ്വ എന്നാണ്. എന്നാൽ സ്വന്തം മകൻ എല്ലാം രാജാവൊക്കെയായി എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ശക്തിയോടുകൂടി ഒക്കെ ഇരിക്കുമ്പോൾ പിന്നെന്താണ് സംഭവിക്കുന്നത്? സ്വന്തം മകൻ ശത്രുവായിട്ട് തീർന്ന് തന്നെ നിഷ്കാസനം ചെയ്ത്, ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് ജീവന് വേണ്ടി ഓടിപ്പോവുകയാണ്. എന്നാൽ ആ സമയത്ത് നിരാശനായിട്ടല്ല പറയുകയാണ്, ഈ ഞാൻ ആശ്രയിക്കുന്നതായിട്ടുള്ള എൻ്റെ ഈ രാജ്യവും എൻ്റെ സേനാധിപതിമാരും എൻ്റെ കമാൻഡർ ചീഫിനും ഒന്നും എന്നെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ യഹോവയാണ് എന്നെ രക്ഷിക്കുന്നത്, യഹോവയാണ് എൻ്റെ പരിച. 1000 പേര് വന്നാലും 10,000 പേര് വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. പിന്നീട് എന്താണ് പറയുന്നത്? ഞാൻ സമാധാനത്തോടെ ഉറങ്ങി, ദൈവം എന്നെ സഹായിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അല്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെ വന്ന് കൊന്നുകളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഉറങ്ങി, ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ ജീവനോടെ ഉണർന്നിരിക്കുകയാണ്. എത്ര ഒരു മഹാരാജാവാണിത് പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാതെ അല്ലെങ്കിൽ ആശ്വാസം കിട്ടാതെ ഇരിക്കുമ്പോൾ യഹോവയാണ്, ദൈവമാണ് എൻ്റെ പരിചയം, അവനാണ് എനിക്ക് സഹായം തരുന്നത് എന്ന് ഈ ദാവീദിനെ പോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ ഉദാഹരണം അബ്രഹാമിന്റെ ഉദാഹരണമാണല്ലോ. അബ്രഹാം ലോത്തിനെ കൊണ്ട് പോവുക, ചേട്ടന്റെ മോനല്ലേ, സഹോദരന്റെ മോനെ, അവനെ എങ്ങനെ തള്ളിക്കളയുന്നത് എന്ന് പറഞ്ഞ് അവനെ സഹായിക്കാനായിട്ട് കൂടെ കൊണ്ട് നടക്കുക. പക്ഷെ അതെല്ലാം അബ്രഹാമിന് ഒരു കെണിയായി തീർന്നു എന്നുള്ളതാണ്. ഒരു സമയത്ത് പിന്നെ അബ്രഹാം വിട്ടുപിരിയുക. പക്ഷെ അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല, അബ്രഹാമിന് വളരെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ നമ്മളവിടെ വായിക്കുന്നത് എന്താണ്? തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നത്, ആ ലോത്തിനെ വിട്ടുപിരിഞ്ഞപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുക. എന്തോ സംസാരിക്കുന്ന? അബ്രഹാമിനോട് പറയുക, നീ ഒന്ന് തലപൊക്കി നോക്കിക്കേ, നീ കാണുന്ന ദേശമെല്ലാം നിനക്ക് നിന്റെ സന്തതിക്ക് അവകാശമായി തരാൻ പോവുക. അപ്പം അബ്രഹാം പറയാം, അയ്യോ സന്തതി എവിടാ, എനിക്ക് ഇത്രയും പ്രായമായി, എനിക്കൊരു കുഞ്ഞൊന്നുമില്ല, ഇനി എവിടുന്ന് സന്തതി വരാനാ? അവൻ പറയാ, നിന്റെ സന്തതികൾ ആകാശത്ത് നക്ഷത്രം പോലെ ആയി തീരാൻ പോവാ. ദൈവമായിട്ടുള്ള സംസർഗത്തിൽ നിലനിൽക്കുമ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ പോക്കിന് പോയാൽ നമ്മുടെ പോക്കിന് പോകാം, ദൈവശബ്ദം ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കളയേണ്ടതായ സാഹചര്യങ്ങളെ നമ്മൾ മാറ്റിക്കളയണം. അല്ല ലോകത്തിന്റെ കൂടെ തന്നെ അങ്ങ് നടക്കാമെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ലോകത്തിന്റെ കൂടെ നടക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനോ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനോ ഒരുപക്ഷെ അബ്രഹാമിന് സാധിക്കുകയില്ലായിരുന്നിരിക്കാം. അതുകൊണ്ട്
വേദനാജനകമാണെങ്കിൽ തന്നെയും കർത്താവ് പറയുന്ന ആ പാതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റിക്കളയേണ്ടതാണ്. അതിലൊരുപക്ഷെ നമുക്ക് വളരെ വേദനാജനകമായിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതിന് അത് വളരെ ആവശ്യമാണ് എന്നാണ് അബ്രഹാമിന്റെ ആ അനുഭവത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അബ്രഹാമിനെ ദൈവ സ്നേഹിതൻ എന്നൊക്കെയാണല്ലോ വിളിച്ചത്. തനിക്ക് ഹിതപ്രകാരമായിട്ട് അബ്രഹാം വന്നപ്പോഴാണ് അബ്രഹാമിന് അനുഗ്രഹങ്ങളൊക്കെ പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഈ ടെക്നോളജിയുടെ യുഗത്തിലൊക്കെ നമ്മൾ ജീവിക്കുന്നെങ്കിലും കർത്താവ് നമ്മളോടുള്ള കർത്താവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മൾ ചില ആളുകൾ പറയൂ, ബൈബിളിന്റെ കാലത്ത് അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് കർത്താവിനോട് സംസാരിക്കുക, അതിശയം ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു, ഇപ്പം ചെയ്യുന്നില്ല. അത് അറിവില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. ദൈവം സംസാരിക്കുന്നു, അന്ന് സംസാരിച്ചതുപോലെ തന്നെ ദൈവം ഇന്ന് സംസാരിക്കുന്നു. അത് മനസ്സിലാക്കാനായിട്ട് അതിനുള്ള ചെവി, കാത് കൂർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കേൾക്കുവാനായിട്ട് കഴിയും, ജീവിതത്തിലൂടെ അനുഭവിക്കുവാനായിട്ട് കഴിയും, മനസ്സിലാക്കുന്നതിന് കഴിയും. അത് നമ്മൾ ആ ഒരു കർത്താവുമായിട്ടുള്ള ആ വേവ് ലെങ്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, ഒരു ഭാര്യയും ഭർത്താവും പോലും വേവ് ലെങ്ത് എന്ന് പറയും ഒരേ ഒരു മാനസിക നിലവാരത്തിൽ ആണെങ്കിൽ മാത്രമേ അന്യോന്യം മനസ്സിലാക്കാനും സംസാരിക്കുമ്പോൾ തന്നെ സംസാരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ആ ഒരു ഏക മനസ്സോട് ജീവിക്കുകയാണെങ്കിൽ ഒത്തിരി സംസാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു ഭർത്താവിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഭാര്യയുടെ ഇഷ്ടവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ആ ഏക മനസ്സല്ലെങ്കിൽ എത്ര സംസാരിച്ചാലും മനസ്സിലാകത്തില്ല. 100 പ്രാവശ്യം പറഞ്ഞാലും 15 കൊല്ലം 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചാലും നമ്മുടെ ഇഷ്ടം അറിയത്തില്ല. നമുക്ക് നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കുന്നതിനും ദൈവഹിതത്തിൽ നിലനിൽക്കുന്നതിനും നമുക്ക് ദൈവഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതിനും നമുക്ക് നമ്മെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ വളരെ ഏകാഗ്രതയോടുകൂടെ വളരെ സമഗ്രമായ രീതിയിൽ തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല, അത് നമ്മുടെ വചനമായിട്ട് നമ്മുടെ ജീവിതത്തില് അത് ശക്തമായി വരുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവഹിതമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുന്നതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ കറ്റാനം ആ ഏരിയയില് ചാരുമൂട് ചർച്ചോക്കൂടിന്റെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നല്ലോ. കർത്താവിന്റെ ദിവസങ്ങളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആവശ്യമായ എല്ലാ നന്മകളും നൽകട്ടെ. ആ ഒരു സമൂഹത്തിന്, താനായിരിക്കുന്ന ആ ഒരു ജനസമൂഹത്തിന്, ആ ഒരു ചുറ്റുപാടുകൾക്ക് ഒരു വെളിച്ചമായിട്ട്, കർത്താവിന്റെ ഒരു നല്ല സാക്ഷിയായിട്ട്, കുടുംബമായിട്ട് ആയിരിക്കുന്നതിന് കർത്താവ് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയറിന്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം, നന്ദി പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.